നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു ട്രാവൽ അപ്ഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഏപ്രിൽ 21 വൈകുന്നേരം 6:30 നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിലേക്കുള്ള ഫ്ലൈറ്റുകൾ പ്രതിസന്ധിയിലായിരുന്നു. അല്ലെങ്കിൽ ദുബായ് വഴിയുള്ള ട്രാൻസിറ്റും ഇസ്രായേലിലെ പ്രത്യേക യുദ്ധാന്തരീക്ഷത്തിൽ എമിറേറ്റ്സും അല്ലെങ്കിൽ ഫ്ലൈ ദുബായും അങ്ങനെ പല ഫ്ലൈറ്റുകൾ നിർത്തിവെച്ചിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ദുബായിൽ ട്രാൻസിറ്റിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. ദുബായ് എയർപോർട്ടിൽ നിന്ന് സുഗമമായി ട്രാവൽ ചെയ്യാവുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫ്ലൈ ദുബായുടെയും എമിറേറ്റ്സിൻ്റെയും ഫ്ലൈറ്റുകൾ ഇസ്രായേലിൽ ലാൻഡ് ചെയ്യുകയും ഇസ്രായേലിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ഇന്ത്യ ഈ മാസം ഏപ്രിൽ 30 വരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ഏപ്രിൽ 30 ശേഷം മാത്രമേ നമുക്ക് എയർ ഇന്ത്യയെക്കുറിച്ചുള്ള എന്താണ് കണ്ടിന്യൂ ഉണ്ടാകുമോ എന്താണെന്നുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിലിപ്പോൾ എത്യോപ്യൻ എയർലൈനും എത്തിഹാദും ഫ്ലൈ ദുബായും എമിറേറ്റ്സും അസർബൈജാൻ ഫ്ലൈറ്റ് ചില ദിവസങ്ങളിൽ ഷെഡ്യൂളുകളുണ്ട്, റെഗുലർ ഷെഡ്യൂൾസ് അല്ല. സ്പെഷ്യൽ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അത് കണ്ടിന്യൂസ്ലി ഷെഡ്യൂളായിട്ട് വരുമോ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എത്യോപ്യ വഴി എത്യോപ്യൻ എയർലൈനിൽ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ എത്യോപ്യൻ എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് അവർ നമുക്ക് ഫുഡ് കൂപ്പണും അല്ലെങ്കിൽ ഹോട്ടൽ വൗച്ചറും തരുന്നുണ്ട്. അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഒരു ഹോട്ടൽ റൂമിൽ വെയിറ്റ് ചെയ്യാം. അവർ പ്രൈവറ്റായിട്ട് ഓരോ വ്യക്തികൾക്കും പ്രൈവറ്റായിട്ട് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു സൗകര്യമുണ്ട്. പക്ഷേ എത്യോപ്യൻ എയർലൈൻ്റെ ചെറിയ കണക്ഷൻ പോലും 20 മണിക്കൂറോളം ലാഗ് വരുന്നുണ്ട്. അതായത് 8 മണിക്കൂറോളം എത്യോപ്യയിൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഡൽഹി വഴി കൊച്ചിക്ക് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തിരിച്ച് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വഴിയും ഡൽഹി വഴിയും ബോംബെ വഴിയും കണക്ഷൻ അവൈലബിൾ ആണ് നിലവിൽ എത്യോപ്യൻ എയർലൈൻസിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ പുതിയ ടിക്കറ്റുകൾ എടുത്ത സമയത്ത് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരുപാട് പേർക്ക് പരാതി വന്നിട്ടുണ്ട്. ഞാൻ ടിക്കറ്റ് എടുത്ത ട്രാവൽ ഏജൻറ്റ് എനിക്ക് പൈസ തരുന്നില്ല, അല്ലെങ്കിൽ അവർ റീഫണ്ട് ചെയ്ത് തരുന്നില്ല, അല്ലെങ്കിൽ അവർ പുതിയ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ആ ഡിഫറൻസ് അടയ്ക്കാതെ മൊത്തം എമൗണ്ടും പുതിയ ടിക്കറ്റിന് അടയ്ക്കേണ്ടി വരുന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഓരോ ട്രാവൽ ഏജൻസിക്കും ഓരോ പോളിസീസാണ്. അത് അവരുടെ ബാങ്കിങ് അനുസരിച്ചും അവരുടെ ടൈപ്പ് ഓഫ് ടിക്കറ്റിംഗ് അനുസരിച്ചും അവരുടെ ക്വാണ്ടിറ്റി ഓഫ് ടിക്കറ്റിംഗ് അനുസരിച്ചുമായിരിക്കും. ഇപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ടിക്കറ്റ്സ് കൂടുതലുള്ളതുകൊണ്ടും നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് ഉള്ളതുകൊണ്ടും നമുക്ക് ഡിസിഷൻസ് നമുക്ക് സ്വയം തന്നെ എടുക്കാം. നമുക്ക് വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ വേറൊരു ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കുകയോ പുതിയ ഡിഫറൻസ് പേ ചെയ്യിപ്പിച്ചുകൊണ്ട് മാസം പുതിയൊരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും അങ്ങനെ സാധിച്ചു എന്ന് വരില്ല. അതൊരിക്കലും അവർ ചീറ്റ് ചെയ്യുന്നതുകൊണ്ടോ അവർ നിങ്ങളുടെ പൈസ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടല്ല. ആരുടെയും പൈസ ഒരു ട്രാവൽ ഏജൻറ്റ് നഷ്ടപ്പെടുത്തുകയില്ല. പലരും നമ്മളെ വിളിച്ച് പരാതി പറഞ്ഞു, ടിക്കറ്റ് ചെയ്യുന്നവർ നിങ്ങളിങ്ങനെ ചെയ്തു, പക്ഷേ അത് നിങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞതിലൂടെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലാം ഞങ്ങളോട് റീഫണ്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. അവരെല്ലാം റീഫണ്ട് തരും. അവർ പറയുന്ന ഒരു സെർട്ടൺ ടൈം എടുക്കുമായിരിക്കും ഒരുപക്ഷെ തരാനായിട്ട്. അതല്ലാതെ ആരും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അത് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൽ നമുക്കാരും കോമ്പറ്റേറ്റേഴ്സ് ഇല്ല. ഞാനുമായിട്ട് മാത്രമാണ് കോമ്പറ്റേറ്റ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ആളോട് നമുക്ക് വൈരാഗ്യമോ അല്ല വൈരാഗ്യ ബുദ്ധിയോടുകൂടി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നൊരു സിസ്റ്റമല്ല എൻ്റെത്. നമ്മുടെ കസ്റ്റമേഴ്സ് അത് മാക്സിമം ഭംഗിയായിട്ട് നല്ല സർവീസസ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും റീഫണ്ട് തരാനുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഫണ്ട് തരും. ആരും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നമുക്ക് തരാനുള്ള അപ്ഡേഷൻസ്. തുടർന്നുള്ള കാര്യങ്ങളുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ, എയർ ടിക്കറ്റ് സംബന്ധമായ, യാത്രാ സംബന്ധമായ ഏത് കാര്യത്തിനും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്